Hello aspirants, welcome to Vishwam Academy. സിവിൽ സർവീസ് പ്രീലിമിനറി എക്സാമിനേഷൻ ആണ് വരാൻ പോകുന്നത്. ഇനി കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ. അതിൽ ജനറൽ സ്റ്റഡീസ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ജനറൽ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് വരും. ലൈക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, സയൻസ് ആൻഡ് ടെക്നോളജി. അപ്പോൾ നമ്മൾ അതിൻ്റെ NCERT 7th and 6th ക്ലാസ് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജനറൽ സയൻസ് എന്ന് പറയുന്ന സമയത്ത് ഈ ഒരു ബുക്കിൽ എല്ലാം എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലുള്ള എല്ലാ പോയിന്റ്സും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ബുക്ക് നമുക്ക് ഇപ്പോൾ ഫോക്കസ് ചെയ്യാം ആസ് ഓഫ് നൗ. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ നോക്കാം. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ ബയോളജിയാണ്, ദ സയൻസ് ഓഫ് ലൈഫ്. അപ്പോൾ ബയോളജി ഈസ് എ സ്റ്റഡി ഓഫ് ലൈഫ് ആൻഡ് ലിവിങ് ഓർഗാനിസംസ്. അപ്പോൾ 10 മില്യൺ സ്പീഷീസ് ഓഫ് ഓർഗാനിസത്തിൽ കൂടുതൽ തന്നെ നമ്മുടെ എർത്തിലുണ്ട്. അപ്പോൾ ഗ്രീക്ക് ഫിലോസഫർ അരിസ്റ്റോട്ടിലാണ് ഫാദർ ഓഫ് ബയോളജി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. മോഡേൺ ടൈംസിൽ ജീൻ ബാപ്റ്റിസ്റ്റ് ഡി ലാമാർക്ക്, ഹീസ് എ ഫ്രഞ്ച് നാച്ചുറലിസ്റ്റ്, അവരാണ് ഫസ്റ്റ് ബയോളജി എന്ന വേർഡ് യൂസ് ചെയ്തത് ഇൻ 1800. അതുപോലെ ഇംഗ്ലീഷ് സുവോളജിസ്റ്റ് തോമസ് ഹെൻറി ഹക്സ്ലി അവർ ആർഗ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു എഗെയിൻസ്റ്റ് ദ ഡിവിഷൻ ഓഫ് ദ സബ്ജക്റ്റ് ഇൻ ടു, ഈ ബയോളജീനെ സുവോളജി ആൻഡ് ബോട്ടണി ആക്കി ഡിവിഷൻ ചെയ്തതിന് എഗെയിൻസ്റ്റ് ആയിരുന്നു. നെക്സ്റ്റ് മേജർ ഫീൽഡ്സ് ഓഫ്, നമ്മൾ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാത്രമേ നോക്കുന്നുള്ളൂ. അപ്പോൾ മേജർ ഫീൽഡ്സ് ഓഫ് ബയോളജി ഏതൊക്കെയാണെന്ന് നോക്കാം. Hope it is visible now. Anatomy means study of internal structure of living beings. Bacteriology, study of bacteria. Biochemistry, chemical processes and substances occurring in living things. Biophysics, it applies tools and techniques of physics to study of the living things. Botany, study of plants. Cryobiology analyzes how extremely low temperatures affect living things. Cryobiology means എങ്ങനെയാണ് ലോ ടെമ്പറേച്ചേഴ്സ് ലിവിങ് തിങ്സിനെ അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ അനാലിസിസ് ആണ്. സൈറ്റോളജി, സ്ട്രക്ചർ, കോമ്പോസിഷൻ ആൻഡ് ഫങ്ഷൻസ് ഓഫ് സെൽസ്. അപ്പോൾ സെല്ലിൽ സൈറ്റോപ്ലാസ്മ, അങ്ങനെ ആ ലിങ്ക് ചെയ്ത് നമുക്ക് ഓർത്ത് വയ്ക്കാം സൈറ്റോളജി എന്നുള്ളത്. എക്കോളജി മീൻസ് എൻവിറോൺമെൻറ്റ് ആൻഡ് എക്കോളജി എന്ന് നമുക്ക് ഓർക്കാമല്ലോ. അപ്പോൾ എൻവിറോൺമെൻറ്റ് റിലേറ്റഡ് ആണ്. Relationships between living things and environment. Embryology means formation and development of plants and animals through fertilization until they become independent organization. അപ്പോൾ എംബ്രിയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർമേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് പ്ലാന്റ്സിൻ്റെയും അനിമൽസിനും ഉണ്ടാകുന്നത്, അതിൻ്റെ വളർച്ച, ഫെർട്ടിലൈസേഷൻ വഴി അതിൻ്റെ വളർച്ച, ഇൻഡിപെൻഡൻറ്റ് ഓർഗാനിസം ആകുന്നത് വരയ്ക്കുള്ള ആ ഒരു ഫോർമേഷനെയാണ് എംബ്രിയോളജി എന്ന് പറയുന്നത്. Epidemiology means study of factors affecting the health and illness of population. Entomology, study of insects. നമ്മൾ ഇൻസെക്ട്സിനെ കാണുമ്പോൾ എൻറ്റമോ എന്ന് പറയാറില്ല, അപ്പോൾ ആ ഒരു ലിങ്ക് നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാം. Entomology means study of insects. Ethology, animal behavior under natural conditions. അപ്പോൾ എത്തോളജി, എത്തോ അനിമൽ എന്ന് ഓർത്ത് വയ്ക്കാം. നെക്സ്റ്റ് ജെനറ്റിക്സ്, ജീൻ റിലേറ്റഡ് ആയിട്ടുള്ളതെന്ന് നമുക്കറിയാം. ജെനറ്റിക്സ് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ കോഡ് വേർഡ് ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ജെനറ്റിക്സ് മീൻസ് സ്റ്റഡി ഓഫ് ജീൻ ആൻഡ് ഇൻഹെറിറ്റൻസ്. എവല്യൂഷണറി ബയോളജി, അപ്പോൾ അതിൽ പേരിൽ തന്നെയുണ്ട് എവല്യൂഷൻ, സ്റ്റഡി ഓഫ് എവല്യൂഷൻ ഓഫ് ഓർഗാനിസംസ്. ഹിസ്റ്റോളജി, സ്റ്റഡി ഓഫ് ടിഷ്യൂസ്. ഇച്ചിത്തോളജി, സ്റ്റഡി ഓഫ് ഫിഷ്. ഇച്ച്തോളജി, അപ്പോൾ ചിലർക്ക് ഫിഷൊക്കെ ഇഷ്ടമാണ്, അപ്പോൾ ഇച്ച് എന്നുള്ള ഒരു കോൺസെപ്റ്റ് നമുക്ക് കോഡ് യൂസ് ചെയ്യാം. ഇച്ച്തിയോളജി, സ്റ്റഡി ഓഫ് ഫിഷ്. ഇമ്മ്യൂണോളജി, ഇമ്മ്യൂൺ സിസ്റ്റം ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇമ്മ്യൂൺ സിസ്റ്റം പറഞ്ഞാൽ എന്താണ്, ഡിഫെൻസീവ് മോഡാണ് എഗെയിൻസ്റ്റ് ഡിസീസ് ആൻഡ് ഫോറിൻ സബ്സ്റ്റൻസസ്. ലിംനോളജി, അപ്പോൾ ലിം എന്ന് പറയുമ്പോൾ നമ്മളൊരു വാട്ടർ റിലേറ്റഡ് ആണ്, ലൈം വാട്ടർ എന്നൊക്കെ പറയില്ലേ, അപ്പോൾ ആ ഒരു കോഡ് യൂസ് ചെയ്യുക. അപ്പോൾ ലിംനോളജി മീൻസ് ബോഡീസ് ഓഫ് ഫ്രഷ് വാട്ടർ, അപ്പോൾ വാട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് ആണ്. ആൻഡ് ദ ഓർഗാനിസംസ് ഫൗണ്ട് ഇൻ ദം. മെറൈൻ എന്ന് പറയാം, ഓഫ് കോഴ്സ് വി ഓൾ നോ ദാറ്റ് ഇറ്റ് ഈസ് റിലേറ്റിംഗ് ടു സീ. മെറൈൻ ബയോളജി മീൻസ് ഇൻവെസ്റ്റിഗേറ്റ്സ് സീ ലൈഫ്. മെഡിസിൻ
Of course, there is no need of any code word. Science and art of healing. Microbiology, study of microscopic organisms. Molecular biology analyzes molecular process in cells. Mycology, study of fungi. Neurobiology studies the nervous systems of animals. Phycology, study of algae. അപ്പം മൈക്ക് എന്ന് പറയുമ്പോൾ ഫംഗയും ഫൈക്ക് എന്ന് പറയുമ്പോൾ ആൽഗയും ഓർത്ത് വയ്ക്കുക. Ornithology, study of birds. Paleontology, study of fossils. Pathology examines the changes in body leading to disease or the changes caused by the disease. Physiology, functions of living things. Sociobiology focuses on biological basis for social behavior in human beings and other animals. Taxonomy or systematics. Taxonomy means scientific classification of plants and animals. Virology deals with viruses and viral diseases. Zoology, study of animals. Zoology, that means study that deals with animal kingdom. It cannot be classified under any of other kingdoms like Monera, Protista or fungi. Next is botany. As a field of science, it is a study of plants. അതിൽ 5 kingdoms ആണ് ബയോളജിയിൽ റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് മൊണേറ, ദാറ്റ് ഈസ് ബാക്ടീരിയ ആൻഡ് ബ്ലൂ ഗ്രീൻ ആൽഗെ ആണ് മൊണേറ എന്ന് പറയുന്നത്. പ്രൊട്ടിസ്റ്റ, വൺ സെൽഡ് ഓർഗാനിസംസ്, ഫംഗൈ, പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. ഓഫ് ദ 5 kingdoms, botany generally considers monerans, protists, fungi and plants as its subject matters. Protists പറഞ്ഞാൽ that contain chlorophyll ആണ്. ഇനി origin of life. Earth's atmosphere കുറേ വൈറ്റൽ എലമെൻറ്റ്സ് ഉണ്ടാവും, ലൈക്ക് ഹൈഡ്രജൻ, ഓക്സിജൻ, കാർബൺ ആൻഡ് നൈട്രജൻ. അതാണ് ലൈഫിനെ ക്രിയേറ്റ് ചെയ്യുന്നതും സസ്റ്റെയിൻ ചെയ്യുന്നതും. Scientists believe that millions of years ago energy release ചെയ്യുന്നത് heat, lightning or radioactive elements വഴിയാണ്. And also it led to the formation of complex proteins and nucleic acids into strands of replicating genetic code. Subsequently, these molecules organize themselves to form first simple forms of life. അതിനെയാണ് നമ്മൾ സൈനോബാക്ടീരിയ എന്ന് ഇപ്പോൾ പറയുന്നത്. ഈ സെല്ലുലാർ ഫോമിനെയാണ് നമ്മൾ പ്രോകാരിയോട്സ് എന്ന് പറയുന്നത്. പ്രോകാരിയോട്ട് സെൽസ് എന്ന് പറയുന്നത് സിമ്പിൾ ആയിരിക്കും, ബിക്കോസ് ഇറ്റ് ഡസ് നോട്ട് ഹാവ് ന്യൂക്ലിയസ്. ദ മോർ കോംപ്ലെക്സ് സെൽസ് ഓഫ് അനിമൽസ് ആൻഡ് പ്ലാന്റ്സിനെയാണ് നമ്മൾ യൂകാരിയോട്സ് എന്ന് പറയുന്നത്. ദേ ഇൻക്ലൂഡ് മെംബ്രെയിൻ ബൗണ്ട് ന്യൂക്ലിയസ്. പ്രോകാരിയോട്ടിക് മീൻസ് വിത്തൗട്ട് ന്യൂക്ലിയസ്. Eukaryotic means membrane bound nucleus. You can see now. അതാണ് origin of life എന്ന് പറയുന്നത്. ഇനി organism group and time of origin നോക്കാം. Marine invertebrates 570 million years ago. Fish 505 million years ago. Land plants 438 million years ago. Amphibians 408 million years ago. Reptiles 320, mammals 208, flowering plants 140, hominid line 20 to 50. അപ്പോൾ കറക്റ്റ് ആ ഒരു ഓർഡറിലാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് മെറൈൻ ആണ് 570, ഫിഷ്, ലാൻഡ് പ്ലാന്റ്സ്, ആംഫിബിയൻസ്. ഇപ്പോൾ മെറൈൻ റിലേറ്റഡ് ആണ് ഫിഷ്, പിന്നെ ലാൻഡിലുള്ള പ്ലാന്റ്സ്, പിന്നെ ആംഫിബിയൻസ്. അപ്പോൾ ആംഫിബിയൻസ് പറയുമ്പോൾ അതിൽ തന്നെ അടുത്ത് എന്തായിരിക്കും? റെപ്റ്റൈൽസ്, നെക്സ്റ്റ് മാമൽസ്, പിന്നെയാണ് പ്ലാന്റ്സ്, പിന്നെ ഹോമിനിഡ് ലൈൻ. ഇനി ക്യാരക്ടറിസ്റ്റിക് ഓഫ് ലിവിങ് ആൻഡ് നോൺ ലിവിങ് ഓർഗാനിസംസ് എന്താണെന്ന് നോക്കാം. അതിന് മുന്നേ ലിവിങ് ആൻഡ് നോൺ ലിവിങ് ഓർഗാനിസംസ്. ലിവിങ് ഓർഗാനിസം ക്യാൻ എക്സ്ട്രാക്ട്, കൺവേർട്ട് ആൻഡ് യൂസ് ദ എനർജി ഫ്രം ദ എൻവിറോൺമെൻറ്റ്. ഇപ്പോൾ ലിവിങ് ഓർഗാനിസംസിന് എൻവിറോൺമെൻറ്റിലെ എനർജി യൂസ് ചെയ്യാൻ പറ്റും. അതുകൂടെ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യാനും able to maintain and even increase its own energy content. In contrast, dead organic matter tends to disintegrate as a result of chemical and physical forces of the environment. അതുപോലെ in order to maintain themselves and prevent such disintegration prevent ചെയ്യാൻ വേണ്ടിയിട്ട് ലിവിങ് ഓർഗാനിസംസ് ഒരു സെൽഫ് റെഗുലേറ്റിംഗ് സിസ്റ്റം ഇൻബിൽഡ് ചെയ്യും.
to ensure that there is no net energy loss. എനർജി ലോസ് ഇല്ല എന്നുള്ള എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ കൺട്രോളിനെയാണ് നമ്മൾ ഹോമിയോസ്റ്റാസിസ് എന്ന് റെഫർ ചെയ്യുന്നത്. ആൻഡ് ഓപ്പറേറ്റ്സ് അറ്റ് ഓൾ ലെവൽസ് ഓഫ് ബയോളജിക്കൽ ഓർഗനൈസേഷൻ ഫ്രം ദ മോളിക്കുലർ ലെവൽ ടു ദ കമ്മ്യൂണിറ്റി ലെവൽ. അപ്പോൾ ഡിഫറൻസസ് ബിറ്റ്വീൻ ലിവിങ് ആൻഡ് നോൺ ലിവിങ് ഓർഗാനിസംസ് നോക്കാം. ഫസ്റ്റ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. മെറ്റബോളിസം, ഗ്രോത്ത്, റീപ്രൊഡക്ഷൻ, ന്യൂട്രീഷൻ, റെസ്പിറേഷൻ, ഓർഗനൈസേഷൻ, അഡാപ്റ്റേഷൻ ആൻഡ് റെസ്പോൺസീവ്നെസ്, മൂവ്മെൻറ്റ് ആൻഡ് എക്സ്ക്രീഷൻ. അപ്പോൾ ലിവിങ് ഓർഗാനിസത്തിൽ അതിൻ്റെ മെറ്റബോളിസം എന്ന് പറയുന്നത് സെൽസ് ആണ് ഈ എനർജി ട്രാൻസ്ഫോം ചെയ്യുന്നത് while maintaining their identity and reproduce through metabolism. അത് ലിവിങ് ഓർഗാനിസത്തിൽ. നോൺ ലിവിങ് ഓർഗാനിസത്തിൽ there is no metabolism done. Growth എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്, growth from within using food obtained from nutrition. The molecules are formed into new living material. അപ്പോൾ ഫുഡ് യൂസ് ചെയ്യുന്നുണ്ട്, എന്നിട്ട് അത് ന്യൂട്രീഷൻ ഒബ്റ്റെയിൻ ചെയ്യും, എന്നിട്ട് ദ മോളിക്യൂൾസ് ആർ ഫോംഡ് ഇൻ ടു ന്യൂ ലിവിങ് മെറ്റീരിയൽ. നോൺ ലിവിങ് ഒബ്ജക്ട്സ് സച്ച് ആസ് ക്രിസ്റ്റൽ ഓർ stalagmite grow by addition of new material to their outside surface. അപ്പോൾ അതെങ്ങനെയാണ് ഗ്രോ ചെയ്യുന്നത്? ഒരു ന്യൂ മെറ്റീരിയൽ ആഡ് ചെയ്തിട്ടാണ് അതിൻ്റെ ഔട്ടർ സർഫേസിൽ. ഓക്കെ. റീപ്രൊഡക്ഷൻ കാറ്റഗറിയിൽ ലൈഫ് സ്പാൻ ലിമിറ്റഡ് ആയിരിക്കും, ബട്ട് ഓർഗാനിസം ഹാവ് ആൻ എബിലിറ്റി ടു പെർപ്പറ്റുവേറ്റ് ലൈഫ്. ലിമിറ്റഡ് ലൈഫ് സ്പാൻ ആണ്, പക്ഷേ അതിന് എബിലിറ്റി ഉണ്ട് ലൈഫ് പെർപ്പറ്റുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പെർപ്പറ്റുവേറ്റ് മീൻസ് നെവർ എൻഡിങ്. അപ്പോൾ നെവർ എൻഡിങ് ലൈഫിനുള്ള എബിലിറ്റിയും നെവർ ചേഞ്ചിങ് ഓർ എൻഡിങ് ആണ് പെർപ്പറ്റുവേറ്റ് എന്ന് പറയുന്നത്. The offsprings have the same general categories as of their plants. Nucleic acids like DNA, RNA containing the coded information are passed on to the next generation. അപ്പോൾ അത് മനസ്സിലായല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ എക്സാമ്പിൾ ഒരു ഫാദർ സൺ എടുക്കുന്ന സമയത്ത് ഫാദറിൻ്റെ ചില ക്യാരക്ടേഴ്സ് സണ്ണിനും കിട്ടുന്നുണ്ട്. സോ ദിസ് ഈസ് ദ റീസൺ. Next is non-living organisms can be broken down into new or similar objects, but cannot produce products that can grow into a similar size or shape as their own. മനസ്സിലായല്ലോ. ന്യൂ ഓർ സിമിലർ സബ്ജക്റ്റിനെ ഉണ്ടാക്കാനായിട്ട് ഫോം ആവാനായിട്ട് പറ്റും, പക്ഷേ അത് സിമിലർ സൈസ് അല്ലെങ്കിൽ അതേ ഷേപ്പ്, അതിൻ്റെ സിമിലർ സൈസ് ഷേപ്പ് ഗ്രോ ചെയ്യാനായിട്ട് പറ്റില്ല. ന്യൂട്രീഷൻ ക്യാരക്ടർ എന്താണെന്ന് നോക്കാം. നീഡ് ഫുഡ് ആൻഡ് അതർ മെറ്റീരിയൽ ഫോർ ലൈഫ് പ്രോസസ്. ലൈറ്റ് ആൻഡ് കെമിക്കൽ എനർജി ആർ ദ ഓൺലി ടു എനർജി സോഴ്സസ്. പിന്നെ നോൺ ലിവിങ് ഓർഗാനിസത്തിൽ ഡു നോട്ട് റിക്വയർ എനർജി ഫോർ ദയർ സർവൈവൽ. ഇഫ് ഹവർ സം ഇൻപുട്ട് ഈസ് ആഡഡ് ടു ദ ഒബ്ജക്ട് ഇറ്റ് മേ ലോസ് ഇറ്റ്സ് ഒറിജിനൽ ഐഡൻറ്റിറ്റി. സോ ഇറ്റ് അണ്ടർസ്റ്റുഡ് എന്ന് വിചാരിക്കുന്നു. റെസ്പിറേഷൻ. എനർജി ഈസ് റിലീസ് ഡ്യൂറിങ് ദ ബ്രേക്ക് ഡൗൺ ഓഫ് എനർജി റിച്ച് കോമ്പൗണ്ട്സ്, ദ പ്രോസസ് നോൺ ആസ് റെസ്പിറേഷൻ. അപ്പോൾ റെസ്പിറേഷൻ എന്നുള്ളത് ക്ലാസ് 7th 6th NCERT ഞാൻ അത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എഗെയിൻ അത് മെൻഷൻ ചെയ്യുന്നില്ല. ദിസ് എനർജി ഈസ് സ്റ്റോർഡ് അപ്പ് ഇൻ മോളിക്യൂൾസ് ഓഫ് അഡിനോസൈൻ ട്രൈഫോസ്ഫേറ്റ്. ആ എനർജി ATPയിൽ സ്റ്റോർ ചെയ്യും. അതിനാണ് യൂണിവേഴ്സൽ എനർജി കാരിയർ എന്ന് പറയുന്നത്. പ്രസൻറ്റ് ഇൻ ഓൾ ലിവിങ് സെൽസ്. Non-living organisms, no inbuilt mechanism is available for the generation, consumption and storage of energy. Next is organization. Occur in definite shapes and sizes and possesses inherited physical and chemical composition. അപ്പോൾ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ അത് ഒരു പക്ക ഷേപ്പ് ആൻഡ് സൈസ്, ഒരു ഡെഫിനിറ്റ് ഷേപ്പ് ആൻഡ് സൈസസ് ഉണ്ടാവും. അതിലാണ് ഒക്കർ ഇൻ ഡെഫിനിറ്റ് ഷേപ്സ് ആൻഡ് സൈസസ്. അത് ഓൾസോ ദ ഹോൾ ഓർഗാനിസം ക്യാൻ ബി ബ്രോട്ട് ഡൗൺ ഇൻ ടു ഓർഗൻസ്, ടിഷ്യൂസ് ആൻഡ് സെൽസ്.
Non-living such complex organization is not present here. ലിവിങ്ങിലുള്ള പോലെ ഇവിടെ ഇല്ല. എക്സാമ്പിൾ ഇപ്പോൾ വാട്ടർ എന്ന് പറയുമ്പോൾ can be formed or found in various physical forms such as a dew drop, ice, vapor or vast ocean. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത്, അതിൻ്റെ ഓർഗനൈസേഷൻ അങ്ങനെയാണ്. Adaptation and responsiveness have the ability to respond to changes in both internal and external environments. Therefore, survival chances are maximum. The change may be chemical, like presence of acids and bases, physical heat or light, mechanical contact or a blow. The responsiveness to such changes brings about structural, physiological or behavioral changes in animals or plants. Permanent adaptation may occur over generations. Non-living organisms changes, physical or chemical, are bound to destruct the inanimate object, either in shape, size or composition. അപ്പോൾ ഫിസിക്കൽ കെമിക്കൽ ചേഞ്ചസ് എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് ഇൻഅനിമേറ്റ് ഒബ്ജക്റ്റിനെ ഡിസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും, ഐദർ ഇൻ ഷേപ്പ്, സൈസ് ഓർ കോമ്പോസിഷൻ. അങ്ങനത്തെ ചേഞ്ചസ് ആയിരിക്കും അവിടെ നടക്കുന്നത്. മൂവ്മെൻറ്റ്. Some organisms are mobile. Mobile means they move from one place to another, like animals or bacteria in search of food or survival. Plants are immobile organisms, unlike mobile organisms. They manufacture their own food from raw material obtained in one place. However, some movement can occur in plant as well, such as the growth of leaf towards the sun or flower closing at night. ആ മൂവ്മെൻറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. നെക്സ്റ്റ്, ഇൻഅനിമേറ്റ് ഒബ്ജക്ട്സ് മൂവ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഫിസിക്കൽ ഓർ കെമിക്കൽ ഫോഴ്സസ്. മൂവ്മെൻറ്റ് ഓഫ് പ്ലാന്റ്സ് ഈസ് ഡ്യൂ ടു ഗ്രാവിറ്റേഷണൽ ആൻഡ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സസ്. ഇൻഅനിമേറ്റ് ഒബ്ജക്ട്സ് കനോട്ട് മൂവ് ഓൺ ദെയർ ഓൺ. അപ്പോൾ ഇതിൽ ഏകദേശം പ്ലാന്റ്സിൻ്റെയും നോൺ ലിവിങ് ഓർഗാനിസം ഏകദേശം സെയിം ആയിരിക്കും. പക്ഷേ പ്ലാന്റ്സിൽ എന്ന് പറയുന്നത് ഒരു ലൈറ്റ് മൂവ്മെൻറ്റ്സ് ഉണ്ടാവും, ഒരു മൈൽഡ് മൂവ്മെൻറ്റ്സ് ഉണ്ടാവും, ലൈക്ക് ഗ്രോത്ത് ഓഫ് ലീഫ് or closing flower at night. Next is excretion. Excretion is removal of waste products from the body that are left after metabolism. Metabolism എന്ന് പറയുന്ന ഫസ്റ്റ് മെൻഷൻ ചെയ്ത ക്യാരക്ടറാണ്. That cells transform energy while maintaining their identity and reproduce through metabolism എന്ന് ഫസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ലിവിങ് ഓർഗാനിസത്തിൽ. എക്സ്ക്രീഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് എടുക്കുകയാണെങ്കിൽ വേസ്റ്റ് പ്രൊഡക്ട്സ് ഇജക്റ്റ് ചെയ്യുക, അതിന് റിമൂവ് ചെയ്യുക, അതൊക്കെ മെറ്റാബോളിസത്തിന് ശേഷമായിരിക്കും. ആഫ്റ്റർ മെറ്റാബോളിസംസ് ദി യൂസ്ഡ് പ്രൊഡക്റ്റ് ഗീവ്സ് എനർജി ആൻഡ് നോൺ യൂസ്ഡ് പ്രൊഡക്ട്സ് ലെഫ്റ്റ് ആസ് excreted manner. Example, excess proteins cannot be stored in animals, must be broken down and expelled. Non-living organism excretion എന്ന് പറയുന്നത് നോ മെറ്റാബോളിസം ടേക്ക് ഡൗൺ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ന്യൂട്രീഷണൽ ഇൻടേക്കും ഉണ്ടാവില്ല, therefore no excretion takes place, as simple as that. ഇത്രയാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലിവിങ് ആൻഡ് നോൺ ലിവിങ് ഓർഗാനിസം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, 4 ഗ്രൂപ്പ്സ് ഓഫ് ബയോളജിക്കൽ എൻറ്റിറ്റീസ് ലൈക്ക് ആർക്കിയ, പ്രോകാരിയോട്ട, യൂകാരിയോട്ട, വൈറസസ്, അങ്ങനത്തെ അത് നെക്സ്റ്റ് ചാപ്റ്ററിൽ നെക്സ്റ്റ് വീഡിയോയിൽ എടുക്കുന്നതായിരിക്കും. Until then, I am signing off. All the best.